അവന്റെ സമയം മധ്യമത്തിലൈഡി സംഗതി കലങ്ങിപ്പോയി. തള്ളുക. സോറി, ഹീസ് നോ മോർ. മോരും തൈരും ഒന്നും കുടിച്ചല്ല, ഞാൻ തന്നെ തട്ടിക്കളഞ്ഞതാ. അല്ല, ഈ മോർച്ചയുടെ മുന്നിൽ ഒന്ന് പൾസ് നോക്കുന്നു. മോർച്ചറിയാ? നീയൊക്കെ ഒറിജിനൽ ഡോക്ടറാടാ. അതെ. തലയാ. സോറി പ്ലീസ്. പൊയ്ക്കോ. ഊക്ക, എന്തോ ഇത് ആസ്കിഡന്റെ കേസാന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചേക്ക്. ആ ആക്സിഡന്റ് അല്ലേ? വട്ടിരാജയെ തട്ടിയത് നമ്മളാണ്. മനസ്സിലായോ? നമ്മളാണ്. സർ, ഞാനെന്നാ അങ്ങോട്ട്. മാത്യു എന്തോ ഒരു ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇനി അതിൻ്റെ ആവശ്യം ഇല്ല സർ. അപ്പൊ നാളെ രാവിലെ തന്നെ നീ ഓഫീസിലേക്ക് വാ. ശരി സർ. താങ്ക് യു സർ. താങ്ക് യു. നിക്ക് നിന്റെ പേരെന്താന്ന് പറഞ്ഞേ? മാത്യു. ആ ചെല്ല്. അല്ല, ഞാൻ രാവിലെ നിങ്ങൾ വിളിച്ചായിരുന്നു? ഇല്ല സർ. ഊക്ക, അവൻ നമ്മുടെ കമ്പനി സ്റ്റാഫാ. നിങ്ങളുടെ കമ്പനി സ്റ്റാഫാ? പിന്നല്ലാതെ. മിസ്റ്റർ ജോണിക്കുട്ടി, വൈകുന്നേരത്തിന് മുമ്പ് എന്റെ മോളെ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മോടെ ഫോട്ടോ ഞങ്ങൾ എല്ലാ സ്റ്റേഷനിലേക്ക് അയച്ചിട്ടുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അറിയിക്കാം. സർ, ഞാൻ ജീനയുടെ അമ്മയാണ് സംസാരിക്കുന്നത്. ഓ, അമ്മ പറയൂ. ഈ മനുഷ്യന്റെ വാക്കും കേട്ട് എന്റെ മോളുടെ ഫോട്ടോ നാട് മുഴുവൻ കൊടുത്ത് അവളുടെ ജീവിതം നശിപ്പിക്കരുത്. അവള് സ്വന്തം ഇഷ്ടപ്രകാരം അവന്റെ കൂടെ പോയത്. ഓഹോ, അവരുടെ കല്യാണം ഉറപ്പിച്ചത് തന്നെ ഈ മനുഷ്യനാ. പിന്നെ ആ പയ്യന്റെ ജോലി പോയി എന്ന് അറിഞ്ഞപ്പോ തന്നെ കൊടുത്ത വാക്ക് തെറ്റിച്ച് അവൾക്ക് വേറെ കല്യാണം നോക്കാൻ തുടങ്ങി. അതാണ് അവൾ പോകാൻ കാരണം. ഈ മനുഷ്യന്റെ വാക്കും കേട്ട ഒരു മണ്ടനെ പോലെ വെറുതെ നിങ്ങൾ സമയം കളയണ്ട. അല്ല, സാറിന്റെ പേരെന്താ? എന്താ? നല്ല പേരാ. എന്താ സാർ? കേട്ടില്ല. ടിൻഡു. ഇനി എനിക്കൊന്നും പറയാനില്ല. ടിൻഡു. ഓ, ആരായിരുന്നു ഫോണിൽ? CM. ഓ, എന്തോ ഫോട്ടോ എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. അവനെ ഗാന്ധിജിയുടെ ഫോട്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ അതിലെ മതില് ഇങ്ങനെ ഒരു സൂണിലിങ്ങനെ തൂണേ കെട്ടി തൂക്കിട്ട്. ഞാൻ അങ്ങോട്ട് പോട്ടെ. ടിൻഡു, അയ്യേ, CM-നെ ഞാനൊന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞേക്ക്. ഓക്കെ. ആരാടെ ഇപ്പോഴത്തെ CM? ഞങ്ങളല്ല.